യൂദാസുമാർ വേദം പഠിപ്പിക്കുന്നതിന് സമാനമാണ് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജിന്റെ പ്രസ്താവനകളെന്ന് എസ്.ഡി.പി.ഐ. സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ. എസ്.ഡി.പി.ഐയെക്കുറിച്ചുള്ള ഷോൺ ജോർജിന്റെ ജൽപ്പനങ്ങൾ അവജ്ഞയോടെ ജനം തള്ളിക്കളയും. ബി.ജെ.പിയുടെ ഭരണത്തിൻ കീഴിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. ബി.ജെ.പിയുടെ ക്രൈസ്തവ സ്നേഹം കാപട്യമാണെന്ന് ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ജാള്യത മറയ്ക്കാനാണ് എസ്.ഡി.പി.ഐ. നടത്തിയ ജനാധിപത്യ സമരങ്ങളെ നുഴഞ്ഞുകയറ്റമായി ചിത്രീകരിക്കുന്നത്. ബി.ജെ.പിയുടെ ക്രൈസ്തവ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾക്കും സന്യാസിനികളുടെ അന്യായ അറസ്റ്റിനുമെതിരെ സഭ നടത്തിയ സമരങ്ങളിൽ എസ്.ഡി.പി.ഐ. നുഴഞ്ഞുകയറിയെന്നു പറയുന്നതിലൂടെ സഭകൾ നടത്തിയ സമരങ്ങളെ അവഹേളിക്കുകയാണ്. എസ്.ഡി.പി.ഐയുടെ സഹായമില്ലാതെ കേരളത്തിലെ സഭകൾക്ക് സമരം ചെയ്യാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ബി.ജെ.പി. ഇതിലൂടെ നൽകുന്നത്. ഫാഷിസത്തിനെതിരായ ആദ്യ സമരമല്ല എസ്.ഡി.പി.ഐയുടേത്. ആർ.എസ്.എസിന്റെ നേതൃത്വത്തിൽ മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തിയപ്പോഴും വിവിധ ഘട്ടങ്ങളിൽ മതപരിവർത്തനം ആരോപിച്ച് ക്രൈസ്തവ പുരോഹിതരെ തടവിലിട്ടപ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന ബുൾഡോസർ രാജിനെതിരെയും അസമിലെ കുടിയൊഴിപ്പിക്കൽ, ആൾക്കൂട്ട കൊലപാതകങ്ങളടക്കം എക്കാലത്തും ബി.ജെ.പി. ആർ.എസ്.എസ് ഭീകരതയ്ക്കെതിരെ എസ്.ഡി.പി.ഐ. തെരുവിൽ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ ശേഷം എസ്.ഡി.പി.ഐ. നടത്തിയ സമരങ്ങളും ഇടപെടലുകളും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചുവെച്ചപ്പോൾ പാർട്ടി നടത്തിയ സമരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എണ്ണി പറഞ്ഞ ഷോണിനെ അഭിനന്ദിക്കുകയാണ്. സ്ഥാനമാനങ്ങൾക്കും ബി.ജെ.പി. നൽകിയ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതിനും സ്വന്തം സമുദായത്തെ തള്ളിപ്പറയേണ്ടിവരുന്ന ഷോണിന്റെ തന്ത്രപ്പാട് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അസത്യം പ്രചരിപ്പിച്ച് എത്രനാൾ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഇത്തരക്കാർ ചിന്തിക്കണം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ അന്നാണ് ബി.ജെ.പി. ഭരിക്കുന്ന രാജസ്ഥാനിൽ മലയാളിയായ പാസ്റ്ററെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തത്. 2 കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ കേസ് റദ്ദ് ചെയ്യാതെ ജാമ്യം ലഭിച്ചത് ആഘോഷമാക്കുകയാണ് ബി.ജെ.പി. ജാമ്യം ലഭിച്ചതോടെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുഴുവൻ സംരക്ഷകരാണ് എന്ന നാട്യമാണ് ബി.ജെ.പി. നേതാക്കളുടെ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അന്യായമായി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് എസ്.ഡി.പി.ഐ. ആണെന്ന കാര്യം പൊതുസമൂഹം തിരിച്ചറിയണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കന്യാസ്ത്രീകളെ 9 ദിവസം കാരാഗൃഹത്തിലിട്ടവർ ജാമ്യം കിട്ടിയതിനെ ആഘോഷിക്കുന്നത് പരിഹാസ്യവും അല്പത്തരവുമാണെന്നും റോയ് അറയ്ക്കൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ എസ്.ഡി.പി.ഐ. സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത്, ജില്ലാ പ്രസിഡന്റ് എസ്. മുഹമ്മദ് അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.